ഇസ്രയേലിൽ അള്ളാഹു കൊടുത്തൊരു ശിക്ഷ, ലബനാനിൻ്റെ കടൽ തീരങ്ങളിൽ വളരെ വലിയൊരു എർത്ത് ഭൂമികുലുക്കം ഉണ്ടാകുന്നു. അത് ഇസ്രയേലിലെ ചില പ്രദേശങ്ങളിൽ വളരെ വലിയ തീവ്രതയിൽ ഭൂമി കുലുങ്ങുന്നു. ഒരുപാട് കെട്ടിടങ്ങൾ തകരുന്നു. രാജ്യത്തിന് ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുന്ന, കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രയേൽ എന്ന രാജ്യത്തിന് പടച്ചോൻ കൊടുക്കുന്ന ശിക്ഷയായിട്ട് എനിക്കത് തോന്നിയിട്ടുള്ളൂ. കാരണം ലബനാനിൽ പോലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കാത്ത കടലിലുണ്ടായ ഈ ഭൂമി കുലുക്കത്തിൻ്റെ എഫക്റ്റ് ഒരു 4.7 റിക്ടർ സ്കെയിലാണ് ആ ഒരു ഭൂമി കുലുക്കം രേഖപ്പെടുത്തപ്പെട്ടത്. ഇസ്രയേലിലെ നിരവധി കെട്ടിടങ്ങൾ വലിയ ഉഗ്ര ശബ്ദം കേട്ട് ആളുകൾ വല്ല ഡ്രോണോ മിസൈലോ വന്ന് വീണതാണെന്ന് പറഞ്ഞ് ഓടുമ്പോഴാണ് ഭൂമി കുലുങ്ങുന്നതാണെന്ന് മനസ്സിലായത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പിന്നെ ഇസ്രയേലൊക്കെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അവർ മുഴുവനായിട്ട് കാര്യങ്ങൾ തുറന്ന് പറയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്രായേലിലുണ്ടായ അതിഭീകരമായ ഭൂകമ്പം, അതിൽ ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു എന്നുള്ള വാർത്തകൾ, ഈ വാർത്തകളെക്കുറിച്ച് നാം പഠിക്കുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എത്രത്തോളം സത്യമാണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അള്ളാഹു നൽകുന്ന ശിക്ഷ അത് വളരെ കഠോരമായിരിക്കും. പാവപ്പെട്ട പിഞ്ചു മക്കളുടെ, ഫലസ്തീൻ്റെ ആ പാവപ്പെട്ട മക്കളുടെ കണ്ണീർ കുടിക്കാതെ ഒരിക്കലും പോല. നാം ഈ യുദ്ധ സാഹചര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊക്കെ പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ അത്രയും അക്രമങ്ങളൊക്കെ നടക്കുമ്പോഴൊന്നും അള്ളാഹു കാണുന്നില്ലേ, ഇത് കേൾക്കുന്നില്ലേ എന്ന്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വളരെ കൃത്യമായി പറയുകയാണ്, വലാ തഹ്സബന്നല്ലാഹു ഗാഫിലൻ അമ്മാ യഅലമുൽ ളാലിമൂന. വിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ വ്യക്തമായി ഇത് കാണാൻ സാധിക്കും. നാം ചെയ്യുന്ന അക്രമങ്ങൾ, നാം ചെയ്യുന്ന അനീതികൾ അത് അള്ളാഹു കാണുന്നില്ലേ? അള്ളാഹു അതിനെ തൊട്ടൊരിക്കലും ഗാഫിലല്ല, ഗാഫിലാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ദിവസമുണ്ട്, ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, അത് വല്ലാത്ത ശക്തിയായിരിക്കും. ആ സമയത്ത് ഇതിൻ്റെ കണക്കൊക്കെ പറയേണ്ടി വരും. ഇതിനേക്കാൾ വലിയ ശക്തന്മാരായ, വലിയ ശക്തിയുള്ള, ഇന്ന് നാമൊക്കെ ബുർജ് ഖലീഫ എന്ന് പറയുമ്പോഴൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളായി നാമൊക്കെ അവതരിപ്പിക്കാറുണ്ട്. ആ കെട്ടിടങ്ങളെക്കാൾ വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച ഇറമസാത്തി എന്ന് പറയുന്ന ഒരു വലിയ ഗോത്രങ്ങൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ആദ് സമുദായം, അതുപോലെ സമൂദ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ, അവരൊക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വളരെ നിസ്സാരമായി തകർത്തതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട്? അല്ലദീന തഗൗ ഫിൽ ബിലാദ് വഅക്സറു ഫിഹൽ ഫസാദ്. അവർക്കുള്ള അക്രമം കൂടുമ്പോൾ അള്ളാഹു ഒരു ദിവസം പിടിക്കും. അത് വല്ലാത്തൊരു പിടിയായിരിക്കും. ഇപ്പോൾ ഈ അക്രമം, ഈ ഭൂകമ്പം എന്നുള്ള ഈ ഭൂചലനം നടന്നു ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. നാം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട്, നല്ല സൽപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തുണ്ടായാൽ അതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. എന്നാൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്നത് അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. നോക്കൂ, ഈ ഭൂചലനം അവിടെ ഉണ്ടായി എന്നുള്ള വാർത്ത ഞാൻ കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം സന്തോഷിക്കുന്നത് എവിടെയാണെങ്കിൽ ഇത് മരിച്ചു വീഴുന്നത് അത് മനുഷ്യരാണ്. കാരണം പാവപ്പെട്ടവരും ഇത്തരത്തിലുള്ള ആളുകളാണ്. കാരണം ഈ വലിയ വലിയ യുദ്ധങ്ങളൊക്കെ തീരുമാനിക്കുന്ന നേതാക്കളാണെങ്കിലും അതിൽ പാവപ്പെട്ടവരാണ് ഇതിനെ ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഇതിൽ ഒരുപാട് അക്രമങ്ങൾ സഹിക്കേണ്ടി വരുന്നത് പാവപ്പെട്ട സ്ത്രീകൾ, രോഗികൾ, അതുപോലെ ബലമില്ലാത്ത ഒരുപാട് ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അള്ളാഹു ഈ ചെയ്യുന്ന അക്രമങ്ങളൊക്കെ വളരെ കൃത്യമായി അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷ ഒരു ദിവസം ഉണ്ടാകും. നാം ഇപ്പോൾ പറയുന്നുണ്ട് മഹ്ദി ഇമാം വരുമെന്ന്. മഹ്ദി ഇമാം വരണമെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ ഒരു ഹദീസിൽ ഇങ്ങനെയാണ് പറയുന്നത്, യഹൂദികൾ മരത്തിൻ്റെയും കല്ലിൻ്റെയും പിന്നാലെ അവർ വലിച്ചിരിക്കും. ആ സമയത്ത് കല്ലുകളും മരങ്ങളെ വിളിച്ചു പറയും, എൻ്റെ പിന്നിൽ ഇന്ന യഹൂദി ഉണ്ട്, അവനെ കൊല്ലുക എന്ന് പറയുമ്പോൾ നിർജീവമായ ഒരു വസ്തു പോലും അങ്ങനെ പറയണമെങ്കിൽ അവരുടെ അക്രമം അത്രയും ശക്തമായിരിക്കും. ലോകം അതറിയാൻ വേണ്ടിയാണ്, അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ലോകം അറിയണം, മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ അക്രമികൾക്ക് അവസരം അള്ളാഹു നൽകുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല എത്ര ആളുകളാണ്, എത്ര പാവപ്പെട്ട പിഞ്ചു മക്കളാണ് ഷഹീദായി പോയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഭൂചലനം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. ലബനാനിലാണ് ഇതുണ്ടായത്. ഇതിൻ്റെ കൂടുതൽ ആഘാതമുണ്ടാക്കിയത് അത് ഇസ്രായേലിലാണ് എന്നുള്ള വാർത്ത. ഈ വാർത്തയെ കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇങ്ങനെയായിരിക്കും. അക്രമം തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ആ അക്രമം അള്ളാഹു
കണ്ടില്ല എന്നും അള്ളാഹു ആക്രമിത്ത് നാം രക്ഷപ്പെട്ടു വിജയിച്ചു എന്നുള്ള ആ ഒരു നമ്മുടെ വിചാരം അങ്ങനെ ആരും വിചാരിക്കേണ്ട. അള്ളാഹു കൃത്യമായി കാണുന്നുണ്ട്. ഏത് അക്രമമാണെങ്കിലും നമ്മുടെ കാര്യത്തിൽ ഏത് അക്രമവും അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ശിക്ഷ കൃത്യമായി ഉണ്ടാകും. ഈ ഒരു ഭൂകമ്പത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ വാർത്തകൾ കേൾക്കുമ്പോൾ പലരും പറയുന്നത് വ്യാജ വാർത്തയാണെന്ന് പറയുന്നു. വ്യാജമാണെങ്കിലും സത്യസന്ധമാണെങ്കിലും ഏതാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തീർച്ചയായും അക്രമികളെ ഒരിക്കലും വെറുതെ വിടുകയില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പല ഇടങ്ങളിലും പല സൂറത്ത് സൽസലയിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.